വിവാഹത്തിന് മുമ്പ് നമ്മൾ പങ്കാളിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴും നമ്മൾ അവരുടെ ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറ്, അല്ലേ? അവരുടെ ജോലി, അവർ മദ്യപിക്കുന്നുണ്ടോ, അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് പൊതുവെ നമ്മൾ ശ്രദ്ധിക്കാറ്. എന്നാൽ അതുപോലെ തന്നെ ഒരു പക്ഷേ അതിനേക്കാളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ എങ്ങനെയാണെന്നുള്ള അറിയണം. നിങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് എന്തും അവരോട് ഓപ്പണായിട്ട് സംസാരിക്കാൻ ഒരു സ്പേസ് ഉണ്ടോ? നിങ്ങളുടെ ആശയങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കേണ്ടി വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമാസിനെ കുറിച്ചാണ്. അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് അവരുടെ ബിഹേവിയറിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, ആ ബിഹേവിയർ നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ ലൈഫിനെ കുറിച്ചുള്ള ഗോൾസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഒരു ഫാമിലി ലൈഫിൽ നിന്നും അവരെന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്, കുട്ടികളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ കരിയർ ഗോൾസ് എന്തൊക്കെയാണ്. ഇനി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ ഇമോഷണൽ മെച്യൂരിറ്റി. അവരുടെ ദേഷ്യത്തിന്റെ തീവ്രത എങ്ങനെയാണ്, പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി എങ്ങനെയാണ്. നിങ്ങൾക്കിടയിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അവരതിനെ ഡീൽ ചെയ്യുന്ന രീതി എങ്ങനെയാണ്. ഇത് ബന്ധങ്ങൾക്കിടയിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ തന്നെയാണ് ഫിനാൻഷ്യൽ കൺസെപ്റ്റും. അവർ ധാരാളിയാണോ, സമ്പാദ്യശീലമുണ്ടോ, തീരെ പിശുക്കരാണോ, ഈ ഫിനാൻഷ്യൽ കൺസെപ്റ്റ് നിങ്ങളുടെ കൺസെപ്റ്റുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ അവരുടെ സൗഹൃദങ്ങളെക്കുറിച്ചും വിവാഹത്തിന് മുമ്പ് തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബിഫോർ മാരേജ് തന്നെ ആ വ്യക്തി നമുക്ക് കോമ്പാറ്റബിൾ അല്ല എന്ന് തോന്നിയാൽ അതിനെ തീരെ അവഗണിക്കാതെ ബോധപൂർവം സമീപിക്കേണ്ടതാണ്. വിവാഹശേഷം നമുക്ക് പറഞ്ഞു മാറ്റിക്കാമെന്നോ എല്ലാം ശരിയാകുമെന്നോ വിചാരിക്കരുത്.